എല്ലാവർക്കും നമസ്കാരം. ഹരിതകർമ്മ സേനയിൽ നിന്നൊരു അനുഭവം വന്നിട്ടുണ്ട്. ആരാണ്? മിനിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് കേട്ടാലോ. ഹരേ കൃഷ്ണ. ശ്രീകാന്തേട്ട എനിക്ക് മറ്റൊരു അനുഭവം കാണാൻ തന്നു. എങ്ങനെ എഴുതണം, എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ത്രിമധുരത്തിലെ അംഗമാണ്. എൻ്റെ പേര് മിനി എന്നാണ്. ഞാൻ ഹരിതകർമ്മ സേനയിലാണ് ജോലി. ഒരു ദിവസം തരംതിരിക്കലുണ്ടായിരുന്നു. ഞങ്ങൾ 6 പേരാണുള്ളത്. എല്ലാവരും വട്ടമിട്ട് തരംതിരിക്കാനിരുന്നു. അന്ന് സ്വർണമല്ലാതെ വരവുമാലകൾ കുറേ കിട്ടി. ഞാൻ എൻ്റെ അടുത്തിരുന്ന കുട്ടിക്ക് കൊടുത്തു. ആ കുട്ടിക്ക് 2 പെൺകുട്ടികളാണ്. നല്ലതാണെങ്കിൽ ആ മക്കൾ കൊണ്ടു കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. ആ കുട്ടി ആ മാലകൾ ഒരു പട്ടയിലിട്ട് വെച്ചു. ഞാനും അതിലൊരു മാല എടുത്തു, എൻ്റെ പോക്കറ്റിലിട്ടു. എൻ്റെ ശ്രീകാന്തേട്ട, എൻ്റെ കഴുത്തിൽ 7 ഗ്രാമിൻ്റെ ഒരു മാല കിടപ്പുണ്ട്. അത് ഊരിപ്പോയത് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ കണ്ണൻ കണ്ടു. ഞാൻ വൈകിട്ട് വീട്ടിലെത്തി, കുളി കഴിഞ്ഞു. അപ്പോഴും എൻ്റെ മാല പോയെന്ന് ഞാൻ അറിഞ്ഞില്ല. രാത്രി ഒരു 10 മണിയായപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു മാല പോക്കറ്റിലിട്ടിരുന്നു, അത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതെടുത്തു. അപ്പോൾ ഞാൻ ഞെട്ടി. എൻ്റെ കഴുത്തിലുള്ള മാല പോലെ ഇരിക്കുന്നു. എൻ്റെ കണ്ണാ എന്ന് വിളിച്ച് ഞാൻ പെട്ടെന്ന് കഴുത്തിൽ നോക്കി. എൻ്റെ മാല കാണുന്നില്ല കഴുത്തിൽ. ഞാൻ കരഞ്ഞുട്ടോ. എൻ്റെ കണ്ണാ ഭഗവാനെ, എൻ്റെ മാല വീഴുന്നത് കണ്ണൻ കണ്ടു. ഞാൻ അന്ന് രാത്രി ഉറങ്ങിയില്ല. നേരം വെളുത്തപ്പോൾ എൻ്റെ ജോലി ചെയ്യുന്ന കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു, ഹരേ കൃഷ്ണ, ചേച്ചി കണ്ണനെ ഒത്തിരി അകമഴിഞ്ഞ് വിളിക്കുമ്പോൾ കണ്ണൻ കേൾക്കാതിരിക്കുമോ? കൂടെ ഉണ്ടാവത്തില്ലയോ ചേച്ചി? എൻ്റെ ഹരേ കൃഷ്ണ, ഇത് കൂടുതലായിരുന്നു എനിക്കറിയാം. ഏട്ടൻ്റെ സൗണ്ടിലൊന്ന് കേൾക്കണം. എൻ്റെ കണ്ണൻ എനിക്ക് തന്ന വലിയൊരു അനുഭവമാണ്. ശ്രീകാന്തേട്ടനും കുടുംബത്തിനും കണ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താ കഥ? നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആളുകളാണല്ലേ ഇപ്പം ഈ ഹരിതകർമ്മ സേനയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. കണ്ടക്ടേഴ്സാണ് അവർ. സമൂഹത്തിൻ്റെ എല്ലാ വീടുകളായിട്ടും നല്ല കോണ്ടാക്റ്റും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ പ്രകൃതി ഇത്രയും മനോഹരമായിരിക്കുന്നത് ഇപ്പോൾ ആ ഒരു പ്രവർത്തനം ഉള്ളതുകൊണ്ടാണെന്ന് നിസ്സംശയം പറയാം. എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു അനുഭവം അയച്ചു തന്നതിൽ. അപ്പം മിനി നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഉള്ളതാണ്. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ ഇന്നും സമ്മാന പദ്ധതിയൊക്കെ ഉണ്ട് ഗ്രൂപ്പിൽ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെ, യൂട്യൂബ് കാണുന്നവർക്ക് യൂട്യൂബ് ജോയിൻ ബട്ടണിലൂടെയും, ഫേസ്ബുക്ക് കാണുന്നവർക്ക് ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.